ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അന്നത്തെ. അദ്ദേഹം എന്താ പറഞ്ഞിരുന്നത്? ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോടെന്നാണ് പറഞ്ഞിരുന്നത്. ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട്. സാർ, ഒരു കാര്യം മനസ്സിലായോ? അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛനാരാണെന്ന് അന്വേഷിച്ചാൽ മതി സാർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? വിഖ്യാതമായൊരു നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ. 10-25 കൊല്ലം മുമ്പ് പഠിക്കുന്ന കാലത്ത് വായിച്ചതാ. അതില് ഒരു ഭാഗമുണ്ട്, ഒരു കുരുക്കായിട്ട് ചൗപ്പട്ട് രാജാവ് നടക്കുകയാണ്. അപ്പോ ആ കുരുക്കിന് പറ്റിയ പാകമുള്ള കഴുത്തന്വേഷിച്ച് നടക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം ആനന്ദിന്റെ നോവലിലെ ചൗപ്പട്ട് രാജാവിനെ പോലെ ഒരു കുരുക്കുമായിട്ട് നടക്കുകയാണ്. ആദ്യം ആ കുരുക്ക് പാവം ആരോഗ്യമന്ത്രിയുടെ കഴുത്തിലൊന്ന് കുരുക്കാൻ നോക്കി. അപ്പൊ ആ കഴുത്തിന് പാകമാവുന്നില്ല. പിന്നെ ആ കുരുക്കുമായിട്ട് വന്നു എക്സൈസ് മന്ത്രിയുടെ കഴുത്തിലൊന്ന് കുരുക്കാൻ നോക്കി. ആ കഴുത്തും അതിന് പാകമാവുന്നില്ല. അപ്പൊ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ കഴുത്തിന് പാകമാവുമോ എന്ന് നോക്കി. അതും പാകമായില്ല. നിങ്ങൾ ഈ കുരുക്കും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കുരുക്ക് മുറുക്കാൻ പുറത്തു വേറെ കുറെ പേരുണ്ടല്ലോ. കുരുക്ക് മുറുക്കൽ തലക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങള് അതെ അതെ പാകം. ഞാൻ എനിക്കതാ നിങ്ങളോട് പറയാനുള്ളത്. ഇത്തരം ഈ കുരുക്കുകളുമായി ഇവിടെ കഴുത്തന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. അതിന് പാകമായ കഴുത്തുകൾ അപ്പുറത്ത് ധാരാളമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് പാകമായ കഴുത്തുകളുള്ളത് അപ്പുറത്താണ്. നിങ്ങളും ഞങ്ങളും രണ്ട് രീതിയിൽ വളർന്നു വന്നിട്ടുള്ളവരാണ് എന്ന് മനസ്സിലാക്കണം. ഞങ്ങളുടെ രീതിയും ശൈലിയും സംസ്കാരവും അല്ല ഞങ്ങളുടേത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടെ നിവർന്നു നിന്ന് ഈ വസ്തുതകൾ മുഴുവൻ എണ്ണിപ്പറഞ്ഞുകൊണ്ട് മറുപടി പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് സാർ, ഈ കുരുക്ക് പിന്നെ ഈ കുരുക്കിന്റെ ആത്യന്തികമായിട്ടൊരു കഴുത്താണ് ലക്ഷ്യം വെക്കുന്നത്. ഒറ്റ കഴുത്തിന് വേണ്ടിയാണ് 8 കൊല്ലമായിട്ട് ഇവർ കുരുക്ക് മുറുക്കിക്കൊണ്ടിരിക്കുന്നത്. 8 കൊല്ലം നോക്കിയിട്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കുരുക്കുകളുമായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഈ അനിഷേധ്യമായ സത്യങ്ങളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെല്ലാം നേരിടുക തന്നെ ചെയ്യും. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. ഈ പ്രത്യേക യോഗത്തെ കുറിച്ച് ടൂറിസം ഡയറക്ടർ വിശദീകരിച്ചിട്ടുണ്ട്, എല്ലാ കാര്യവും വിശദീകരിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുത്തിട്ടുണ്ട്, ഹൗസ് ബോട്ട് ഓണേഴ്സ് ഉൾപ്പെടെ. ഇത്തരമൊരു കാര്യത്തിലാണെങ്കിൽ അവരെ പ്രത്യേകിച്ച് വിളിക്കേണ്ടതില്ല. ഇൻഡസ്ട്രി നൽകിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ നിവേദനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഒരു വിഷയമാണ് സബ്ജക്റ്റാക്കി വെച്ചത് എന്നുള്ളതും ടൂറിസം ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ അതിൽ വ്യക്തമാണ്. പിന്നെ ഞങ്ങൾ നിങ്ങളെപ്പോലെ പറയാനുള്ളത് വേറെ ആരെയും നോക്കി പറയുന്ന ശീലമല്ല, മുഖത്ത് നോക്കി പറഞ്ഞ ശീലമുള്ളവരാണ് ഞങ്ങൾ. ഇത് എന്തുകൊണ്ട് എന്നെ ഇതിൽ വലിച്ചിഴക്കുന്നു എന്നുള്ളത് എനിക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം.